സ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമ. ശ്രീരാമകൃഷ്ണ വചനാമൃതം, വചനാമൃത കഥ എന്ന രീതിയിൽ അതിൻ്റെ ആ ശ്രീരാമകൃഷ്ണ വചനാമൃതത്തെക്കുറിച്ച് കഴിഞ്ഞ ഏകദേശം 75ഓളം ദിവസം പറഞ്ഞ ആ കഥാകഥനം, ആ പറഞ്ഞ കാര്യങ്ങൾ യൂട്യൂബിൽ ഉണ്ട്. അപ്പം അതേക്കുറിച്ചാണ് ഇന്ന് ഒരു പ്രത്യേക കാര്യം പറയുന്നത്. ശ്രീരാമകൃഷ്ണ വചനാമൃത കഥ എന്നുള്ള പേരിൽ അത് എല്ലാവർക്കും ഈ യൂട്യൂബിൽ ഇതിനകത്ത് താഴെ നിങ്ങൾക്കത് കിട്ടും, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കിട്ടും. അപ്പോൾ അത് ഇന്ന് പ്രത്യേകിച്ച് ആ കഥയുടെ തുടർച്ചയായിട്ടല്ല ഇന്ന് പറയുന്നത്. ഇന്നത് പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം ഇതുവരെ ഇല്ലാതെ ഏതാണ്ട് ഇത് കഴിഞ്ഞ 2 വർഷത്തിൽ കൂടുതലായി ഇതിങ്ങനെ പറഞ്ഞു തുടങ്ങിയതാണ്. ഇത് വളരെ സ്ലോയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇത്തരം കഥകൾ കേൾക്കാനായിട്ട് വളരെ ചുരുക്കം പേർക്കല്ലേ താല്പര്യമുള്ളൂ. ഇത് വലിയ ആളുകളെ പെട്ടെന്ന് ആകർഷിക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ. ഇത് വളരെ മന്ദഗതിയിൽ, വളരെ സാമട്ടിൽ ഇരുന്ന് ഇങ്ങനെ ശ്രദ്ധയോടെ കേൾക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് മാത്രം രസിക്കുന്നതാണ്. അല്ലാതെ ഇതൊരു രസം പകരുന്ന ഒരു ഹിറ്റ് പരിപാടിയൊന്നുമല്ല. ശ്രീരാമകൃഷ്ണദേവൻ്റെ ആ ഉപദേശങ്ങളും മറ്റും ഉൾപ്പെടുത്തി വരുന്ന ആ കാലഘട്ടത്തിൻ്റെ കഥയാണിത് പറഞ്ഞു വരുന്നത്. വളരെ രസകരമായ കഥയാണിത്. ഫോളോ ചെയ്യുമ്പോൾ അത് മനസ്സിലാവും, വളരെ രസകരമായ കഥയാണ്. ഇതാണ് ആ ഗ്രന്ഥം, ശ്രീരാമകൃഷ്ണ വചനാമൃതം. ഈ ഗ്രന്ഥമാണ് വചനാമൃത കഥ എന്ന പേരിൽ ഇപ്പോൾ നമ്മളിത് പറഞ്ഞ് ഏതാണ്ട് 70 ആഴ്ചകളാണ്, 73 ആഴ്ചകൾ കടന്നിരിക്കുന്നു. അപ്പോൾ എത്ര ദിവസമായി കാണുന്ന 73 ആഴ്ച, 75 ആഴ്ച കഴിഞ്ഞിരിക്കുന്നു. 75 ആഴ്ച. അപ്പോൾ എത്ര പിന്നിട്ട് പോന്നു എന്നുള്ളത് നമുക്ക് ഏതാണ്ട് 1 വർഷത്തിലേറെയായി ഇത് പറഞ്ഞു തുടങ്ങിയിട്ട്. ഈ ഒരു പുസ്തകത്തെക്കുറിച്ച് മാത്രം പറഞ്ഞു തുടങ്ങിയിട്ട് ഏതാണ്ട് 1 വർഷത്തിൽ കൂടുതലായി. ഒരു വർഷം എന്ന് പറയുമ്പോൾ കൂടി വന്നാൽ ഒരു 40, ഏകദേശം ഒരു 50-52 ആഴ്ചകളെ വരുള്ളൂ. ഹാർഡ്ലി ഒരു 50-52 ആഴ്ച വരുമായിരിക്കും. 50 ആഴ്ചകൾ കഷ്ടിച്ച് 50 ആഴ്ചകളൊക്കെ വരാം. 50-52 ആഴ്ചകൾ വരാം ഒരു വർഷം. അപ്പോൾ ഇതിപ്പോൾ 75 ആകുമ്പം ഏതാണ്ട് വീണ്ടും അതിൻ്റെ 1.5 വർഷത്തിൽ കൂടുതലായി. അതാണ് ഇതിലെ ഈ കഥ. ഇതിന്ന് പറയാൻ കാരണം, ഇത്രയും കാലം ഇത് പറഞ്ഞു വരുമ്പോൾ ഇതിങ്ങനെ കേൾക്കുന്നവരിങ്ങനെ വളരെ മന്ദഗതിയിൽ ഇങ്ങനെ കേട്ടു പോകുന്നു. കുറച്ച് പേരിങ്ങനെ ഇതിൽ താല്പര്യമുള്ളവർ മാത്രം കേട്ടുപോകും. പക്ഷെ കഴിഞ്ഞ ദിവസം മുമ്പെങ്ങും ഉണ്ടാകാത്ത വിധം ആളുകൾ ഇത് കാണുക മാത്രമല്ല, അതേക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വിളിച്ചു ചോദിക്കുകയും അതനുസരിച്ചുള്ള ഒരുപാട് റെസ്പോൺസുകൾ ലഭിക്കുകയും ചെയ്യും. അപ്പോഴാണ് ഒരു ആശ്വാസം തോന്നിയത്. പെട്ടെന്നാണ് ആളുകളിലേക്ക് ഇതൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വന്നത്. ഈ 1.5 വർഷം കാത്തിരുന്നതിന് ശേഷം പെട്ടെന്ന് ആളുകളിലേക്ക് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടു. ഇത് സാധാരണഗതിയിൽ യൂട്യൂബുകളിൽ കാണുന്ന പോലുള്ള യൂട്യൂബുകളെ വെച്ച് ഇത് താരതമ്യം ചെയ്യരുത്. കാരണം അതൊക്കെ മില്യൺസ് എന്നൊക്കെ പറഞ്ഞാണ് സാധാരണ. ഇതിപ്പോൾ മില്യണൊന്നും വരില്ലല്ലോ. പക്ഷേ ഇതിൻ്റെ ഈ സബ്ജക്റ്റിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് വരാവുന്ന ആളുകൾക്കും വളരെ കുറവാണ്. കാര്യം നമ്മളൊരു തമാശയല്ല പറയുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും കേട്ട് മറക്കാവുന്ന, അല്ലെങ്കിൽ ഒരു രസകരം, ഒരു താല്പര്യത്തിന് വേണ്ടി, വെറുതെ രസിക്കാൻ വേണ്ടിയല്ല. ഇത് ജീവിതത്തെയും നമ്മുടെ ജീവിതചര്യകളെയും ബാധിക്കുന്ന ഒരുപാട് വിഷയങ്ങളിലൂടെ വളരെ അഗാധമായി കടന്നു പോകുന്ന ഒരു പുസ്തകം. അതുകൊണ്ടാണ് അത് വളരെ സ്ലോലി നമ്മുടെ ഉള്ളിലേക്ക് ഇത് കയറുന്നത്. അപ്പം അതാണ് ഈ പുസ്തകത്തിൻ്റെ ഇതിപ്പോൾ അതിനെക്കുറിച്ച്, ഈ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു. ഇതെങ്ങനെ ഇങ്ങനെ പറഞ്ഞു വന്നതിൻ്റെ ഒരു ചെറിയ ഒരു ഡിസ്ക്രിപ്ഷൻ എല്ലാം നമ്മൾ പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. ഇത് ആക്ച്വലി ഈ പുസ്തകം ബംഗാളിയിലാണ് ആദ്യം രചിക്കപ്പെട്ടത്.
ഇത് 3 ഭാഗങ്ങളുണ്ട്. ഇതേപോലെ 3 ഭാഗം. ഇത് പാർട്ട് 1 മാത്രമേ ആയിട്ടുള്ളൂ. ഇത് 1ാം വോള്യമാണ്. ഇതുപോലെ 3 വോള്യമുണ്ട്. ഈ സെയിം ഇത് തന്നെ ഇതേ വലിപ്പത്തിൽ 3 വോള്യം ഉണ്ട്. ഇതാദ്യം ബംഗാളിയിലാണ് ഇത് എഴുതപ്പെട്ടത്. ഇത് എഴുതിയത് മഹേന്ദ്രനാഥ ഗുപ്ത എന്ന ഒരു ബംഗാളി സ്കൂൾ അധ്യാപകനാണ്. അദ്ദേഹം 1882 ശ്രീരാമകൃഷ്ണദേവനെ പോയി കാണാൻ ഒരു അവസരം അദ്ദേഹത്തിന് വരികയും ആ ആദ്യ കാഴ്ചയിൽ തന്നെ അദ്ദേഹത്തിന് ശ്രീരാമകൃഷ്ണദേവനോട് വളരെ വല്ലാത്തൊരു അടുപ്പം തോന്നുകയും പിന്നെ തുടർച്ചയായിട്ട് മിക്കവാറും എല്ലാ ശനിയും ഞായറും തുടർച്ചയായിട്ട് ശ്രീരാമകൃഷ്ണദേവനെ കണ്ടു. കാര്യം അദ്ദേഹം സ്കൂളിലെ അധ്യാപകനാണ്. അപ്പോൾ സ്കൂളിലെ ജോലിയുണ്ട്. അപ്പോൾ അവധി ദിവസങ്ങളിൽ മാത്രമേ പറ്റൂ. അപ്പോൾ അങ്ങനെ കാണാൻ പോകുന്നു. അങ്ങനെ 1882 ഫെബ്രുവരി 26 അദ്ദേഹം ആദ്യം ഇത് കാണാൻ പോയത്. അന്ന് മുതൽ ശ്രീരാമകൃഷ്ണദേവൻ മഹാസമാധി പ്രാപിക്കുന്ന, ദേഹത്യാഗം ചെയ്യുന്നത് 1886 ആഗസ്റ്റ് 16 അപ്പോൾ അതുവരെയും ഉള്ള, അപ്പോൾ 82 മുതൽ 86 വരെ, അപ്പോൾ ഏകദേശം 4 വർഷം അദ്ദേഹം ആഴ്ചകളിൽ 1 ദിവസമോ 2 ദിവസമോ അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ശ്രീരാമകൃഷ്ണദേവനുമായിട്ട് നിരന്തരം സമ്പർക്കം പുലർത്തിയിരുന്ന സമയത്ത് അവിടെ കണ്ട കാര്യങ്ങൾ, വന്ന ആളുകളെക്കുറിച്ച്, ഇതിനെയൊക്കെ കുറിച്ചൊക്കെയാണ് ഇതിനകത്ത് എഴുതിയിട്ടുള്ളത്. പിന്നെ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞ വാക്കുകൾ, ഉപദേശങ്ങൾ, അതൊക്കെയാണ് ഇതിനകത്തുള്ളത്. ഇതെല്ലാം തന്നെ ഇന്നത്തെ ഈ കാലത്ത്, ഈ ആധുനിക കാലത്ത് നമ്മളുടെ ജീവിതത്തെ നമുക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരുപാട് കാര്യങ്ങളിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് ഇത്രയും കാലമായിട്ടും ഈ ഗ്രന്ഥം വളരെ സജീവമായിട്ട് ലോകമൊട്ടാകെ വായിക്കപ്പെടുന്നത്. പക്ഷെ വായിക്കപ്പെടുന്നവരുടെ എണ്ണം വളരെ ചുരുക്കമായിരിക്കാം, എങ്കിലും അത് വായിക്കപ്പെടുന്നുണ്ട്, നിരന്തരം വായിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതേക്കുറിച്ചാണ് നമ്മളിപ്പോൾ ഈ യൂട്യൂബിൽ ഇങ്ങനെ പറഞ്ഞു വന്നത്. ഇത് യൂട്യൂബിന് വേണ്ടി പറയുന്നതല്ല, ഇതൊരു മാവേലിക്കര ഭക്തസംഘത്തിന് വേണ്ടി, ആ ഭക്തസംഘത്തിന് മുൻപിൽ പറയുന്നതാണ് യൂട്യൂബിലും കൂടെ അപ്ലോഡ് ചെയ്ത് വരുന്നതെന്ന് മാത്രം. അപ്പോൾ ഈ പെട്ടെന്ന് ഇതിൽ കൂടുതൽ ആളുകൾ അന്വേഷിച്ച് അടുത്തെത്തുകയും ഇതേക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ചോദിക്കുകയും ഈ പുസ്തകം വാങ്ങിക്കാൻ താല്പര്യപ്പെടുകയൊക്കെ ചെയ്തുകൊണ്ട് കൂടുതൽ ആളുകൾ വന്നപ്പോൾ സന്തോഷം തോന്നിയതുകൊണ്ടാണ് ഇന്നിങ്ങനെ ഇത് പറയുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഇത് കാണാൻ താല്പര്യമുള്ള, അല്ലെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ഇതിലേക്ക് കടന്നു വരാൻ താല്പര്യമുള്ളവർക്കെങ്കിലും ഉപകാരമാകട്ടെ എന്ന് വിചാരിച്ച് മാത്രം പറയുന്നതാണ്. ഈ ഗ്രന്ഥം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ബംഗാളിയിലാണ് ആദ്യം ഇത് എഴുതിയത്. 1930-കളിലാണ് ഇത് എഴുതി തുടങ്ങിയത്. 1932 ഇത് പബ്ലിഷ് ചെയ്തു തുടങ്ങിയത്. അതിനു മുമ്പ് ഒരു 2-3 വർഷം മുമ്പാണ് അദ്ദേഹം അത് കുറിച്ചത്. അത് 1882 മുതൽ 87 വരെ അദ്ദേഹം പോയി കണ്ട് കേട്ടതിൻ്റെ ഓർമ്മ വെച്ച്, അന്ന് കുറിച്ച ചില പോയിന്റുകൾ ഡയറിയിൽ ഉണ്ടായിരുന്നതും കൂടെ വെച്ച് 1930 അപ്പോൾ 86 കേട്ട കാര്യം 1930 എഴുതുന്നത്. അപ്പോൾ എത്ര വർഷത്തെ 86 കഴിയുമ്പോഴേക്കും 1900 ആകുമ്പോഴേക്കും ഏതാണ്ട് 14 വർഷം, 14 കഴിഞ്ഞ് 930. അപ്പോൾ 930-കളിലാണ് ഇത് വരുന്നത്. അപ്പോൾ വീണ്ടും 30 വർഷവും കൂടെ പോയി. അപ്പോൾ 10, 30, 40 വർഷം കഴിഞ്ഞത് പുറത്തു വരണം. ഒരു ഓർമ്മയിൽ നിന്ന് ആളുകൾ കടന്നു വരിക. അപ്പം അത്രയും ഓർമ്മ വെച്ചിട്ട് ഒരു കാലഘട്ടത്തെ മുഴുവനും ഓർക്കുന്ന ഓർത്തെഴുതിയെടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ആ ഡയറി കുറിപ്പുകൾ വെച്ചിട്ട് ഓർത്തെടുക്കണം. ആ സന്ദർഭത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് ഓർത്തെടുത്താണ് ഇതുപോലെ 3 ഗ്രന്ഥങ്ങൾ എഴുതിയത്. മലയാളത്തിലാണ് ഇത് 3 ഗ്രന്ഥം വന്നത്. ഇത് ബംഗാളിയിലാണ് ഇത് ആദ്യം 1930-കളിൽ വരുന്നത്. ബംഗാളിയിൽ ഇത് 5 ഭാഗങ്ങളായിട്ടാണ്. അതിൻ്റെ പേപ്പർ ബാക്ക് എഡിഷനാണിത്. ഈ കാണുന്നത് അതിൻ്റെ പേപ്പർ ബാക്ക് എഡിഷനാണ്. അപ്പോൾ അത് വളരെ ചെറുതാക്കി ഇത് പേപ്പർ ബാക്ക് എഡിഷനായിട്ട് ഇറക്കിയതാണ്. അത്രയും തന്നെ വലിയ പുസ്തകങ്ങളാണ്. ഇത് സൗകര്യത്തിന് വേണ്ടി ചെറിയ ഇതാക്കി വച്ചിരിക്കുകയാണ്. ഇതാണ് ബംഗാളിയിലുള്ള ആ പുസ്തകം. ഇതാണ് അദ്ദേഹം നേരിട്ട് എഴുതിയ പുസ്തകം. അതിൻ്റെ 5 എഡിഷനാണ്. 5 എഡിഷൻ്റെ പേപ്പർ ബാക്ക് എഡിഷൻസാണ് ഇത് കിടക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ വലിയ ബുക്കിനെ കണ്ടൻസ് ചെയ്ത് ഇത് ചെയ്തിരിക്കുകയാണ് ഈ പുസ്തകം.
നമുക്കത് ഹാൻഡിൽ ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ചെറുതാക്കി വെച്ചേക്കും. അങ്ങനെ 5 എഡിഷൻ, ഇതുപോലെ 5 എഡിഷൻ ഉണ്ട് ബംഗാളിയിൽ. ഇത് ബംഗാളി ഭാഷയിലാണ്. ശ്രീ ശ്രീ രാമകൃഷ്ണ കഥാമൃതം, ശ്രീ ശ്രീ രാമകൃഷ്ണ കഥാമൃതം എന്നാണ് ബംഗാളിയിൽ ഇതിൻ്റെ പേര്. മലയാളത്തിൽ ശ്രീരാമകൃഷ്ണ വചനാമൃതം, ശ്രീരാമകൃഷ്ണ വചനാമൃതം. ബംഗാളിയിൽ ഇത് ശ്രീ രാമകൃഷ്ണ കഥാമൃതം എന്നാണ് ഇതിനകത്ത് പറയുന്നത്. കഥാമൃതം. ബംഗാളിയിൽ കഥ എന്ന് പറഞ്ഞാൽ സംഭാഷണം എന്നാണ്. മലയാളത്തിൽ പക്ഷേ കഥ എന്ന് പറഞ്ഞാൽ സംഭാഷണമല്ല. അതുകൊണ്ടാണ് വചനാമൃതം എന്നാക്കിയത്. മലയാളത്തിൽ കഥ എന്ന് പറയാൻ പറ്റില്ല. കഥ എന്ന് പറഞ്ഞാൽ സ്റ്റോറി എന്നായിപ്പോൾ. അതുകൊണ്ട് അത് വേർഡ്സ് എന്നുള്ള അർത്ഥം വരണമെങ്കിൽ അതിന് വചനം എന്ന് തന്നെ വേണം. അപ്പോൾ ബംഗാളിയിൽ വേർഡ്സ് എന്നുള്ള അർത്ഥത്തിന് കഥ എന്നാണ്. കഥ ബോൾച്ചി എന്ന് പറയും. ബംഗാളിയിൽ പറയുമ്പോൾ കഥ ബോൾച്ചി, കഥ പറയുന്നു, വർത്തമാനം പറയുന്നു എന്നാണ് അതിൻ്റെ മലയാളം. അപ്പോൾ അത് 5 എണ്ണം. ഈ 5 പുസ്തകമാണ്. ഇത് ഒരെണ്ണം. ഇത് മലയാളത്തിൽ ഇത് 3, ഇതുപോലെ 3 എണ്ണം ഉണ്ട്. ഞാനതിൽ ഒരെണ്ണം, 1-ാം വോള്യം മാത്രമാണ് ഇപ്പം എൻ്റെ കയ്യിൽ ഞാൻ വെച്ചിരിക്കുന്നത്. ഇത് ഇപ്പം ഞാൻ ബാക്കി ഉണ്ട് ഇവിടെ. ഇത് ഇപ്പോൾ 2026. അപ്പോൾ ഇത് ഈ എഡിഷൻ 2023 പബ്ലിഷ് ചെയ്ത, 2023. ബംഗാളിൽ അത് 1930-കളിലാണ്. ഇവിടെ ഇത് 2023-ലാണ് ഈ എഡിഷൻ. ഇത് പുതിയ എഡിഷനാണ്. ഈ എഡിഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ മലയാളത്തിൽ പബ്ലിഷ് ചെയ്യുന്നത് 1968-ലാണ്. ഇതിപ്പോൾ 2023-ലെ എഡിഷനാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത്. അത് കഴിഞ്ഞും പിന്നെ എഡിഷൻ ഇറങ്ങിയിട്ടുണ്ട്. ഇത് 2023-ലാണ് പുതിയ എഡിഷൻ. ഇത് സെയിം എഡിഷൻ ഇറങ്ങിയിട്ടുണ്ട് വീണ്ടും. പക്ഷേ ഇതിൻ്റെ ആദ്യത്തെ എഡിഷൻ 1968-ലാണ്. 1930-കളിലാണ് ബംഗാളി എഡിഷൻ ഇറങ്ങിയത്. അതിൻ്റെ ട്രാൻസ്ലേഷൻ മലയാളത്തിലേക്ക് വന്നപ്പോഴേക്കും 1968-ആയി. 38 വർഷം കൂടെ കഴിഞ്ഞാണ് മലയാളത്തിൽ വരുന്നത്. 1968. അന്ന് ഞാൻ സ്കൂൾ വിദ്യാർത്ഥിയാണ്. അന്ന് ഇറങ്ങിയ 1968-ലെ ഗ്രന്ഥമാണിത്. ഇത് മുഴുവൻ ദ്രവിച്ച് അയ്യോ, ഇത് കണ്ടില്ല, ഇതൊക്കെ പേജുകളൊക്കെ വല്ലാതെ ദ്രവിച്ച് 1968-ലെ ആദ്യത്തെ എഡിഷനാണ് മലയാളത്തിലെ. വളരെ അന്ന് ഞാൻ സ്കൂളിൽ പഠിക്കുക. എൻ്റെ അച്ഛൻ എനിക്ക് മേടിച്ചു തന്നതാണ് അന്ന് 1968. അപ്പോൾ അന്ന് മുതലേ ഞാനിത് ഫോളോ ചെയ്യുന്നുണ്ട്. 68 മുതൽ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ അതേക്കുറിച്ചൊക്കെ അറിഞ്ഞു വന്നത് വളരെ പ്രായമായ ശേഷം. കാര്യം ഇതൊക്കെ വായിച്ചും ബോധ്യപ്പെട്ടുമൊക്കെ വരാൻ കാലങ്ങൾ എടുത്തു. കാര്യം നമ്മൾ ചെറുപ്പകാലത്തൊന്നും അത്രയും ഈ വിഷയങ്ങളിൽ അധികം ശ്രദ്ധ പതിപ്പിക്കുമല്ലോ. അപ്പോൾ അതിന് കുറേ എടുത്തു. അന്ന് ഇതിൻ്റെ വില വെറും 10 രൂപയാണ്. അല്ലേ, ഇത് അന്ന് മേടിച്ചതാണ് 10 രൂപ. അതിൻ്റെ തന്നെ 3-ാമത്തെ എഡിഷൻ ഇതാണ്. ഇതിൻ്റെ 1-ാമത്തെ എഡിഷൻ എനിക്ക് നഷ്ടമായിപ്പോയി. 2ഉം 3ഉം എഡിഷനാണ്. അല്ല, അന്ന് ഇത് 2ഉം 3ഉം എഡിഷൻ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. ഇത് 68-ൽ 1-ാമത്തെ എഡിഷൻ 68-ൽ, 2-ാമത്തെ എഡിഷൻ 1969, 3-ാമത്തെ എഡിഷൻ 1970. അങ്ങനെയാണ് ഇത് വരുന്നത്. 10 രൂപയേ ഉള്ളൂ. അന്ന് ഇതിന് 10 രൂപയേ ഉള്ളൂ. ഇതിൻ്റെ 1-ാം വോള്യം എനിക്ക് കൈമോശം വന്നുപോയി. കൈമോശം വന്നു വെച്ചാൽ വായിക്കാൻ കൊണ്ടുപോയ ആൾ എൻ്റെ കയ്യിൽ നിന്നല്ല, അച്ഛൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോയ ആൾ തിരിച്ചു കൊടുത്തില്ല. ഞാൻ പിന്നെ അത് ഭദ്രമായി സൂക്ഷിച്ചു. ഇത് ഇങ്ങനെ ദ്രവിച്ചെന്ന് വെച്ചാൽ ഇത് പഴയ ഒരു അലമാരിയിൽ ഇരുന്നപ്പോൾ അതിനകത്ത് ചെതൽ കയറിയതാണ്. അങ്ങനെയാണ് ഇത് പോയത്. അപ്പോൾ പിന്നെ പുതിയ മിക്കവാറും പല എഡിഷൻസും മേടിച്ചു. ഇതിൽ അവസാനം ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുതുക്കി മേടിക്കും. ഞാൻ ഏറ്റവും പുതിയ എഡിഷൻ വരുമ്പോൾ ഒന്നുകൂടെ മേടിക്കും. കാര്യം അത് പുതിയതിരിക്കട്ടെ എന്ന് വിചാരിച്ചു. അല്ലാത്ത പഴയത് എഡിഷൻ അതിനുശേഷം ഇറങ്ങിയ 1990-കളിൽ ഇറങ്ങിയ എഡിഷനൊക്കെ ഉണ്ട്. എല്ലാ തവണ ഇറങ്ങിയതും മേടിക്കും. ഇത് ഏറ്റവും പുതിയതായിട്ട് 2023-ൽ വന്നപ്പോൾ ഇതിൻ്റെ വില അന്ന് 10 രൂപയ്ക്ക്. അന്ന് ഇത് ഞാൻ 10 രൂപയ്ക്കാണ് മേടിച്ചത്. ഇതിൻ്റെ വില എത്രയാണെന്നറിയാമോ?
350 രൂപ. അന്ന് ഇത് 3 വോള്യം 30 രൂപയ്ക്ക് എനിക്ക് 3 വോള്യം. ഇന്ന് ഇത് ഒരു വോള്യത്തിന് 350 രൂപയാവും. അപ്പോൾ ഏതാണ്ട് 1000 രൂപയുടെ അടുത്ത് വരും. 3 വോള്യം 1000 രൂപയുടെ അടുത്ത് വരും. അങ്ങനെ ഇത് ആദ്യത്തെ എഡിഷൻ, ഇത് പുതിയ എഡിഷൻ. അത്രമേൽ ഈ പുസ്തകത്തോടുള്ള താല്പര്യം കൊണ്ടാണ് ഇങ്ങനെ ആ പുസ്തകത്തെ ഫോളോ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടും. ഞാൻ ഈ പുസ്തകത്തിൻ്റെ എങ്ങനെയൊക്കെയാണ് ഒരാളുടെ ജീവിതത്തെ ഈ പുസ്തകം ബാധിച്ചത്, അതെൻ്റെ അനുഭവങ്ങളിലൂടെ ഞാൻ കണ്ടെത്തിയ, ഇത് വായിച്ചുള്ള അനുഭവസ്ഥരായ ആളുകളിലൂടെ അല്ലെങ്കിൽ എൻ്റെ അനുഭവത്തിലൂടെ ഇത്രയും കാലം ഈ പുസ്തകം വായനയിലുണ്ടായ എന്തൊക്കെയാണ് ലഭിച്ചത്, എങ്ങനെയാണ് നമ്മളെ ഇത് സ്വാധീനിച്ചത്, നമ്മുടെ ഭാഷയെ, നമ്മുടെ ചിന്തയെ, നമ്മുടെ കാഴ്ചപ്പാടിനെ, നമ്മുടെ ജീവിത രീതിയെ, നമ്മുടെ ബന്ധങ്ങളെ, എല്ലാം, നമ്മുടെ വിദ്യാഭ്യാസത്തെ, തൊഴിലിനെ, അങ്ങനെ എല്ലാത്തിനും എങ്ങനെ ഇത് സ്വാധീനിച്ചു, എങ്ങനെയാണ് ഇതിലൂടെ, ഈ പുസ്തകത്തിലൂടെയാണ് ജീവിതം മുന്നോട്ട് പോയത്. ഇതിൻ്റെ വായനയുടെ ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ ഞാൻ എൻ്റെ കേരളത്തിലെ വിദ്യാഭ്യാസം നിർത്തിയിട്ട് ഞാൻ നേരെ കൽക്കട്ടയിലേക്ക് വിദ്യാഭ്യാസം മാറ്റി. എൻ്റെ പഠനം പിന്നീട് അവിടെയായിരുന്നു, കൽക്കട്ടയിലായിരുന്നു. അത്രമേൽ ഈ ഗ്രന്ഥത്തിലൂടെയാണ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നത് എന്ന് മനസ്സിലാവും. അല്ല, ഞാൻ മുന്നോട്ട് പോയതല്ല, ശരിക്കും ഈ ഗ്രന്ഥം എന്നെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. എൻ്റെ ഒരു കോൺഷ്യസ്നെസ്സോടുകൂടിയുള്ള ഒരു വളരെ ഒരു തീരുമാനമെടുത്ത് അങ്ങനെയൊന്നുമല്ലായിരുന്നു. ഈ ഗ്രന്ഥം എന്നെ കൈപിടിച്ചുകൊണ്ട് ഇങ്ങനെ പോവുക, ഓരോ വഴിയിൽ കൂടെ, എവിടെ കൂടെയൊക്കെ പോയെന്നുള്ളത് അത്ഭുതകരമായ ഒരു യാത്രയായിരുന്നു. ഈ ഗ്രന്ഥം എന്നെ വഴി പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുക, എന്നിൽ തോന്നലുണ്ടാക്കും, എന്നിട്ട് എന്നെയും കൊണ്ടങ്ങ് പോകും. അതൊരു വലിയ ജീവിതാനുഭവമായി മാറി. നോക്കൂ, ഞാനിത് 1968 ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ, അന്ന് ഞാൻ 6ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ പഠിക്കുകയാണ്, 5ലോ 6ലോ ആണ്. നമ്മൾ എല്ലാവർക്കും പരിചിതനായ കോൺഗ്രസ് ലീഡർ കെ കരുണാകരൻ പഠിച്ച സ്കൂളിലാണ് ഞാൻ, തൃശ്ശൂർ. കെ കരുണാകരനാണ് അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ആ കെ കരുണാകരൻ പഠിച്ച സ്കൂളിലാണ് അന്ന് പഠിച്ചിരുന്നത്, തൃശ്ശൂർ പൂങ്കുന്നം എന്ന സ്ഥലം. പൂങ്കുന്നം എന്നാൽ റെയിൽവേ സ്റ്റേഷൻ, ഇപ്പോൾ ആ റെയിൽവേ സ്റ്റേഷന് വലിയ മാറ്റമൊന്നുമില്ല. ഇപ്പോഴും ഞാൻ അടുത്തിടയ്ക്ക് അവിടെ പോയി. താമസിച്ചിരുന്ന വീടില്ല, അതൊക്കെ പൊളിഞ്ഞു പോയി. അവിടെ ആ ഭൂമി മാത്രമേ ഉള്ളൂ. പഴയ കൂട്ടുകാരെയൊക്കെ കണ്ടു. എല്ലാവർക്കും ഇന്ന് പ്രായമായി. അതാണ് ആ ജീവിതകാല. അന്നാണ് ഈ പുസ്തകം എന്നെ വഴി നടത്താൻ തുടങ്ങിയ, അല്ലെങ്കിൽ ഈ പുസ്തകം എന്നെ തേടി വന്ന ആദ്യ സന്ദർഭം പൂങ്കുന്നം എന്ന സ്ഥലത്ത് വെച്ചാണ്. പുറനാട്ടുകര എന്ന ശ്രീരാമകൃഷ്ണ ആശ്രമം അതിനടുത്താണ്. അവിടുന്ന് ബസ്സിൽ പോയാൽ ഒരു 3/4 മണിക്കൂർ കൊണ്ട് പുറനാട്ടുകര ചെല്ലാം. പൂങ്കുന്നത്തും ഒരു ആശ്രമത്തിൻ്റെ ഒരു സെൻ്ററുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ വളർന്നു വന്നപ്പോഴാണ് ഈ പുസ്തകത്തിലൂടെ സഞ്ചരിക്കാനുള്ളൊരു സ്റ്റാർട്ടിങ് കിട്ടിയത്, അല്ലെങ്കിൽ ആ പുസ്തകം എന്നെ നയിക്കാൻ തുടങ്ങിയത്. അപ്പം അത് ആണ് ഞാൻ വളരെ കാഷ്വലായിട്ട് ആ കഥകൾ ഇങ്ങനെ പറയുന്നു എന്ന് മാത്രം. ആ കഥകൾക്കൊപ്പം എങ്ങനെയാണ് ഒരാളുടെ ജീവിതത്തിലൂടെ ഈ പുസ്തകം കടന്നുപോയത് എന്നും വിവരിക്കുക. ഇത് കുറേശ്ശെ ഇടയ്ക്കിടയ്ക്ക് പറയാം. ഇനി അടുത്ത ദിവസം വീണ്ടും കാണുമ്പോൾ ഈ പുസ്തകത്തിൻ്റെ പൂർണ്ണമായ കൂടുതൽ വിവരങ്ങൾ ഞാനത് പറയാം. കാരണം ഈ പുസ്തകം എഴുതിയ ആൾ മഹേന്ദ്രനാഥ ഗുപ്ത എന്ന സ്കൂൾ അധ്യാപകൻ, അദ്ദേഹത്തിന് ഇതെങ്ങനെ എഴുതാൻ പറ്റി എന്നുള്ളത് വെറുതെ ഒരു ശ്രമമല്ല. അതിൻ്റെ പിന്നിലൊരു വലിയ ദൈവികമായൊരു കഥയുണ്ട്. അദ്ദേഹത്തിന് അത് എഴുതാൻ തോന്നിയത് അതൊരു വലിയ കഥയാണ്. അപ്പോൾ അതിലേക്കാണ്, അതെങ്ങനെ പോയി, എങ്ങനെയാണിത് നമ്മളിലേക്ക്, വായനക്കാരിലേക്ക് എത്തിയപ്പോഴെന്തൊക്കെ സംഭവിച്ചു, ഇതെല്ലാമാണ് ഇതിൽ ഉൾക്കൊള്ളിക്കുന്നത്. നല്ല രസകരമായ കുറേ അനുഭവങ്ങളാണ്. അത് താല്പര്യപൂർവ്വം നിങ്ങൾ കേൾക്കാൻ താല്പര്യമുള്ളവർക്കത് കേൾക്കട്ടെ, കൂടുതൽ ഈ പുസ്തകത്തിലേക്ക് അടുക്കട്ടെ. കഴിയുമെങ്കിൽ ഈ പുസ്തകം സ്വന്തമാക്കാൻ ശ്രമിക്കുക. പ്രധാനപ്പെട്ട ബുക്ക് സ്റ്റാളുകളിലെല്ലാം ഉണ്ട്. മാതൃഭൂമിയുടെയും DC യുടെയൊക്കെ
മാതൃഭൂമിയുടെ പുസ്തകാലയത്തിൽ ഞാനിത് കണ്ടു, മാതൃഭൂമി ബുക്സിൽ ഇത് കണ്ടു, DC-യിലും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ മാതൃഭൂമിയിൽ ഇതിരിപ്പുണ്ട്, ഞാൻ കണ്ടു. മാത്രമല്ല ശ്രീരാമകൃഷ്ണ ആശ്രമങ്ങളിലെല്ലാം അതാത് പ്രദേശങ്ങളിലെ ശ്രീരാമകൃഷ്ണ ആശ്രമങ്ങളിൽ ഇത് വിൽക്കാൻ വച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് വായിക്കണം. കാരണം ആത്മഹത്യക്ക് ശ്രമിച്ച ഒരാളെ എങ്ങനെയാണ് ആ ആത്മഹത്യയിൽ നിന്ന് വീണ്ടെടുത്ത് അയാളൊരു ഗ്രന്ഥകർത്താവായി മാറിയത് എന്നുള്ളതാണ് ഈ ഗ്രന്ഥത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ജീവിതം അർത്ഥശൂന്യമായി എന്ന് ചിന്തിക്കുന്ന ആർക്കും, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു സംശയാസ്പദമായ ഒരു നാലും കൂടിയ ജംഗ്ഷനിൽ നിന്നിട്ട് ഇനി എങ്ങോട്ട് പോകണം എന്നറിയാതെ നിൽക്കുന്ന ആർക്കും കൃത്യമായൊരു വഴികാട്ടി, അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ട് ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളും കടന്ന് നമ്മൾ വിശ്രമ ജീവിതത്തിലേക്ക് വരുന്ന ഒരാളാണെങ്കിൽ ആ വിശ്രമ ജീവിതം എത്രമാത്രം സാർത്ഥകമായിട്ട്, ആരോഗ്യപൂർവ്വം സാർത്ഥകമായിട്ട് പോകാം എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന, പഠിപ്പിക്കുന്ന, പരിശീലിപ്പിക്കുന്ന ഒരു പുസ്തകം. അതേപോലെ തന്നെയാണ് സ്റ്റുഡൻസിനെ സംബന്ധിച്ച്. ഇപ്പം ഞാനിത് എൻ്റെ സ്കൂൾ അപ്പർ പ്രൈമറി ക്ലാസ്സിലാണ് ഞാനിത് എന്നിലേക്ക് എത്തുന്നത്. ആ സ്കൂൾ വിദ്യാഭ്യാസം, ആ 6ാം ക്ലാസ് 5ാം ക്ലാസ് 6ാം ക്ലാസ് മുതൽ എന്നോടൊപ്പം എത്തിയ ആ പുസ്തകം ഇന്നിപ്പോൾ ഈ ഇത്രയും കാലം പിന്നിട്ടപ്പോൾ അത് എന്നോടൊപ്പം തന്നെ. കാര്യം ഇതിൻ്റെ ആദ്യത്തെ പബ്ലിഷിംഗ് ഡേറ്റ് മുതൽ ഇന്ന് വരെ ഈ പുസ്തകം ആദ്യത്തെ പബ്ലിഷിംഗ് ഡേറ്റ് മുതൽ ഇന്നേ വരെ, ഈ പറയുന്ന ഈ ദിവസം വരെയും ഇതെന്നോടൊപ്പം തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും, എന്നെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ എന്നോട് ഓരോന്നും പ്രഖ്യാപിക്കുകയാണ്, നീ ഇത് ചെയ്യും, നീ അത് ചെയ്യും, നീ ഇത് ചെയ്യും എന്ന് എന്നോടിത് പറയുന്നുണ്ട്. അപ്പോൾ ഈ നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് ഈ വീഡിയോ ചെയ്യുമ്പോഴും ഇതെന്നോട് ആവശ്യപ്പെട്ടു, നീ ഇതിൻ്റെ ഒരു സംക്ഷിപ്തം എന്നുള്ള നിലയിൽ ഇതേക്കുറിച്ച് നിനക്ക് എന്ത് സംസാരിക്കാൻ പറ്റും അത് നീ സംസാരിക്കും എന്നിത് പറഞ്ഞു. അതാണ് ഞാനിങ്ങനെ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. അത്രയും പ്രാധാന്യം ഈ ഗ്രന്ഥത്തിനുണ്ട്. ഇത് നിങ്ങൾക്കും അനുഭവിക്കാൻ പറ്റും, സംശയമൊന്നുമില്ല കാര്യത്തിൽ. അത് ഏത് പ്രായത്തിലുള്ളവർക്കും അത് അനുഭവിക്കാൻ പറ്റും. ഒരു 6ാം ക്ലാസ്സുകാരൻ ആയ എനിക്ക് മുതൽ തുടങ്ങി കോളേജ് ജീവിതം, ഇവിടെ നിന്ന് തിരിച്ച് കൽക്കട്ടയ്ക്ക് ഞാൻ പോയി. എൻ്റെ ഇവിടുത്തെ കോളേജ് ജീവിതം കഴിഞ്ഞ് ഞാൻ കൽക്കട്ടയിലേക്ക് പോകുന്നത് തന്നെ അതാണ് കാരണം. അവിടെ ചെന്ന് കൂടുതൽ പഠനങ്ങളിൽ ഏർപ്പെടാൻ പോയി. അവിടെ തിരിച്ചു വന്ന് പുതിയ ജീവിതഘട്ടത്തിലേക്ക്, എൻ്റെ ജീവിതഘട്ടത്തിൽ ഞാൻ പത്രപ്രവർത്തകനായിട്ടാണ് ജീവിതത്തിൽ തൊഴിൽ മേഖലയിൽ ഏതാണ്ട് 35 കൊല്ലം 35-40 കൊല്ലം കഴിഞ്ഞ 40 കൊല്ലം കൃത്യമായി പറഞ്ഞാൽ 35-40 കൊല്ലം കൃത്യമായി പറഞ്ഞാൽ 1984 മുതൽ പത്രപ്രവർത്തനത്തിലും ഒക്കെ നിന്നപ്പോൾ ഇതൊക്കെ അങ്ങനെയൊക്കെ പോകാൻ ഉള്ള ഒരു ശക്തി നൽകി. പിന്നെ ചിത്രരചന, ഞാൻ കൽക്കട്ടയിൽ ചിത്രരചനയാണ് പഠിച്ചത്. ചിത്രരചന പഠിക്കാൻ കൽക്കട്ട വരെ പോയിട്ട് പഠിക്കുക. പക്ഷെ അത് ഒരു വലിയ അനുഭവം. അതൊക്കെ എന്നെ ഏതൊക്കെ വഴി കൂടെയാണ് കൊണ്ടുപോയെന്നറിയാം. പല വഴി കൂടെ കൊണ്ടുപോയി. അതിങ്ങനെ കൊണ്ടുപോവുക, ഇപ്പോഴും കൊണ്ടുപോകും. ഇപ്പം പറഞ്ഞു, എന്നാൽ ഇത് കുറച്ച് പേരോട് പറ, ആ കഥ പറ എന്ന് പറഞ്ഞ പോലെ തോന്നും. അതാണ് ഞാൻ ബംഗാളി വായിക്കാം. ഇതിൻ്റെ ഒറിജിനൽ വായിക്കാൻ പറ്റുന്നവർക്ക് ബംഗാളി കുറച്ചറിയാം. ഇപ്പോൾ പുതിയ സംവിധാനത്തിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിക്കാമെങ്കിൽ എല്ലാവർക്കും ഇതൊക്കെ വായിക്കാൻ പറ്റും. ഈ ബംഗാളി ഭാഷ മനോഹരമായ ഭാഷയാണ് ബംഗാളി. മലയാളവുമായിട്ട് വളരെ ചേർന്ന് നിൽക്കും. കാര്യം സംസ്കൃതത്തിൻ്റെ വേറൊരു തൊട്ടടുത്ത വെർഷനാണ്. അതുകൊണ്ട് മലയാളത്തിലെ വാക്കുകൾ തന്നെയാണ് ബംഗാളിയിലെയും വാക്കുകൾ. മലയാളത്തിലെ മഹത്തരമായ വാക്കുകൾ ബംഗാളിയിലെ സാധാരണ വാക്കാണ്. ഇപ്പം നമ്മൾ മഴ എന്ന് പറയും, നമ്മൾ വൃഷ്ടി എന്നും മഴയ്ക്ക് പറയും. വൃഷ്ടി അത് കവിതകളിലേ പറയൂ വൃഷ്ടി എന്ന്. പക്ഷെ ബംഗാളിയിൽ സാധാരണക്കാരും പറഞ്ഞ വൃഷ്ടി എന്നാണ്. അതാണ് മലയാളത്തിൻ്റെ സാഹിത്യ ഭാഷ ബംഗാളികളുടെ സംസാര ഭാഷയാണ്. അപ്പം ആ ഒരു വാല്യൂ, ഭാഷയുടെ വാല്യൂവും കൂടെ നമുക്ക് പഠിക്കാൻ പറ്റും. അതാണ് വരുന്നത്. അപ്പം ആ തരത്തിലുള്ള ഒരുപാട് പ്രയോജനങ്ങളും ഇതിൻ്റെ നമ്മുടെ സാംസ്കാരികപരമായി ഭാഷാപരമായ ഒരു ഔന്നത്യം കൂടെ ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഈ സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ വായിച്ചു തുടങ്ങുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രയോജനം അതാണ്. ഭാഷ നൽകുന്ന ഒരു സംസ്കാരത്തെ
ആ വിദ്യാർത്ഥിയിൽ വളർത്തിയെടുക്കാൻ പറ്റും. അത് തൊഴിൽ മേഖലയിലും ചെല്ലുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് പഠിക്കേണ്ടത്. ഏത് തൊഴിൽ രംഗത്തായാലും നമ്മുടെ വിജയം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്. മനോഹരമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ തൊഴിലിൽ വിജയിക്കുന്നത്. അല്ലാതെ സ്കില്ല് ഉപയോഗിക്കുന്നു എന്നൊക്കെ പറയുന്നത് സെക്കൻഡറിയാണ്. പക്ഷേ എങ്ങനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ആ തൊഴിൽ മേഖലയിൽ നമ്മൾ നടത്തുന്ന കമ്മ്യൂണിക്കേഷനാണ് നമ്മുടെ ഉയർച്ചയും വളർച്ചയും. സ്കില്ലൊക്കെ രണ്ടാമതാണ്. അത്തരം ഒരുപാട് പഠനങ്ങളിലേക്ക് ഒരു ഗ്രന്ഥം നമ്മെ നയിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ലെയേഴ്സ് എന്നൊക്കെ പറയില്ലേ, ഒരുപാട് ലെയറുകളിലൂടെ നമ്മളെ നയിക്കുന്ന ഒരു പുസ്തകം. തെറ്റിദ്ധരിക്കേണ്ട, വെറുതെ ഈശ്വരവിശ്വാസം അല്ലെങ്കിൽ ആധ്യാത്മികത അങ്ങനെയുള്ള തെറ്റിദ്ധാരണ വേണം. ആ ഒരു അങ്ങനെ ഉള്ള ഒരു അഗാധമായ തലത്തിലേക്കൊന്നും നമ്മെ കൊണ്ട് കുഴപ്പിക്കുന്നൊന്നും ധരിക്കണ്ട. ഇത് വളരെ സാധാരണ മനുഷ്യൻ എങ്ങനെ ജീവിതത്തിൽ ഈശ്വര സാക്ഷാത്കാരം നേടാം, സാധാരണ രീതിയിൽ ഒരു സാധാരണ മനുഷ്യർ, വലിയ പണ്ഡിതനൊന്നും ആവണ്ട, അല്ലെങ്കിൽ വലിയ യാഗ പൂജ മന്ത്രതന്ത്രാദികളൊക്കെ പഠിച്ചിട്ട് അങ്ങനെ ഒരുപാട് ആധ്യാത്മിക ഉപനിഷത്ത് ശ്ലോകങ്ങളൊക്കെ പഠിച്ച് അങ്ങനെയൊന്നും വേണ്ട. വളരെ ലളിതമായിട്ട് എത്രയും ഏറ്റവും സിംപ്ലസ്റ്റ് വേയിൽ ഈശ്വരൻ എങ്ങനെ നമ്മളോട് സംസാരിക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും സിമ്പിൾ ലാംഗ്വേജിൽ ഈശ്വരൻ എങ്ങനെ നമ്മളോട് സംസാരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത്. വളരെ സിമ്പിളാണ്. നമ്മുടെ ചുറ്റുപാടുമുള്ള ഉദാഹരണങ്ങൾ തന്നെ എടുത്ത് ഭഗവാൻ ഇത് പറഞ്ഞു തരും, വളരെ ലളിതമായ ഭാഷയിൽ. അത്രയും സിംപ്ലസ്റ്റ് ഫോമിൽ ഒരു ജീവിത അവബോധത്തിലേക്ക് നമ്മെ എത്തിക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇതേക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഞാൻ വേണമെങ്കിൽ മണിക്കൂറുകളൊക്കെ ഇന്ന് പറയും. അത് വേണ്ട. അടുത്ത തവണ ഞാൻ ഈ കഥയുടെ അടുത്ത ഭാഗം, ഇത് എങ്ങനെയൊക്കെയാണ് ഒരു ജീവിതത്തെ ബാധിച്ചു തുടങ്ങിയത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവിടെ നടന്ന അത്ഭുതങ്ങൾ തന്നെയാണ് കേട്ടോ. ആ അത്ഭുതങ്ങൾ എങ്ങനെ, ഇതിൽ വരുന്ന വ്യക്തികൾ എങ്ങനെ നമ്മളെ സ്വാധീനിക്കുന്നു, അവർ എങ്ങനെ പ്രവർത്തിക്കുന്നു, ഇതൊക്കെ ഇതിനകത്തൂടെ കാണാൻ പറ്റും. ഒരു ഗംഭീരമാണ്. ഒരു ലോകത്തേക്ക് നമ്മെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അതിലൂടെ നമ്മെ ഇങ്ങനെ കൈപിടിച്ച് കൊണ്ടുപോകും. നമ്മളങ്ങനെ ആനന്ദത്തോടുകൂടി അങ്ങനെ സഞ്ചരിക്കുകയാണ് അതിലൂടെ. ആ സഞ്ചാരത്തിലേക്ക് നിങ്ങളെവരെയും ഞാൻ ക്ഷണിക്കുന്നു. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കെല്ലാം ഇനിയും ഇത് പരസ്പരം ഈ വിശേഷങ്ങൾ പങ്കുവെക്കാൻ കഴിയും എന്ന് ആഗ്രഹിക്കുന്നു. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. സ്വാമി.